മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ കനകച്ചിലങ്ക എന്ന പാഠഭാഗത്തിലെ അടുത്ത ഭാഗമാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാമല്ലേ? കുറുക്കൻ്റെയും കൊക്കിൻ്റെയും കഥ. പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ കുറുക്കൻ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ അടുത്തായി ഉണ്ടായിരുന്ന കുളത്തിൽ ഒരു കൊക്കും ജീവിച്ചിരുന്നു. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം കുറുക്കൻ തൻ്റെ വീട്ടിലേക്ക് വിരുന്നു വരാൻ കൊക്കിനോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ കൊക്ക് ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ വിരുന്നിനായി കൊക്ക് കൃത്യസമയത്ത് തന്നെ കുറുക്കൻ്റെ വീട്ടിലെത്തി. നല്ല അടിപൊളി മണമുള്ള പായസം കൊക്കിൻ്റെ മുന്നിൽ കുറുക്കൻ വെച്ചു. എന്നാൽ പരന്ന പാത്രത്തിൽ ആയതിനാൽ എത്ര ശ്രമിച്ചിട്ടും കൊക്കിന് തൻ്റെ നീളമുള്ള കൊക്കുകൾ ഉപയോഗിച്ച് പായസം കഴിക്കാൻ സാധിച്ചില്ല. കുറുക്കൻ കഴിച്ചു കാണിച്ച് കൊക്കിനെ അപമാനിച്ചു. സങ്കടം സഹിക്കവയ്യാതെയും വിശപ്പും സഹിക്കവയ്യാതെയും കൊക്ക് വീട്ടിലേക്ക് മടങ്ങി. കുറേ കാലം കഴിഞ്ഞ് കൊക്ക് കുറുക്കന് അടുത്തു ചെന്ന് വിരുന്നിനായി സ്നേഹത്തോടെ വിളിച്ചു. കുറുക്കൻ വളരെ സന്തോഷത്തോടെ വിരുന്നിനായി എത്തി. കൊക്ക് കുറുക്കൻ്റെ മുന്നിൽ 2 കുടത്തിൽ മീൻ കറി ഉണ്ടാക്കി വെച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും കുറുക്കന് അത് കഴിക്കാൻ സാധിച്ചില്ല. കുറുക്കൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി കുറുക്കൻ വീട്ടിലേക്ക് പോയി. ഇതുപോലെയുള്ള നാടോടിക്കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കഥ കസ്തൂരി. ടീച്ചർ ഒരു നാടോടിക്കഥ പറഞ്ഞത് കേട്ടല്ലോ. ഇനി മറ്റൊരു കഥ വായിക്കാം. ആനയും അണ്ണാനും. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വന്നു. അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതിമൂത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഒരു ചക്ക കാണാനില്ലല്ലോ, അണ്ണാനോട് ചോദിക്കുക തന്നെ. ആന വിചാരിച്ചു, നീ എൻ്റെ ചക്ക തിന്നോ? തിന്നൂല്ലോ. ചിൽ ചിൽ ചിൽ, ഞാനൊരു ചക്ക തിന്നൂല്ലോ. അണ്ണാൻ പറഞ്ഞു. ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തിൽ. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു വാഗപ്പാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു താളിപ്പാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു കുളത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കാം ചെയ്തു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും. അവിടിരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാക്കയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ, പ്ലാവിലെ കൊമ്പിലെത്തി ചിൽ ചിൽ ചിൽ. ഇനിയിപ്പോൾ ഈ അണ്ണാനെ എന്താ ചെയ്യുക? നമുക്കിനി ഈ കഥയിലെ ചോദ്യങ്ങൾ നോക്കാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ? എന്തുകൊണ്ട്? ഈ കഥ എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം താളത്തിൽ ഒഴുക്കോടെ വായിച്ചു പോകാൻ കഴിയുന്ന കഥയാണിത്. മൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന ഈ കഥ വായിക്കുമ്പോൾ അതിലെ സംഭവങ്ങൾ നേരിൽ കാണുന്നത് പോലെ തോന്നും. കഥയിൽ ആവർത്തിച്ചു വരുന്ന വരികൾ കഥയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. ഇതിൽ നമ്മെ ചിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സന്ദർഭങ്ങളും അതുപോലെ തന്നെ ആ സന്ദർഭത്തെ പ്രയോഗിച്ചിരിക്കുന്ന രീതികളും നമ്മെ രസിപ്പിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഥാപാത്രങ്ങളായി മൃഗങ്ങൾ വരുന്നു. താളത്തിലുള്ള വരികൾ, ആവർത്തിച്ചു വരുന്ന വരികൾ, വായിക്കുമ്പോൾ സംഭവങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ തോന്നും.
അടുത്ത ചോദ്യങ്ങൾ നോക്കാം. നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ. നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം. അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും. അവർ പറയുന്ന കഥകൾ കേൾക്കൂ. കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത്. നിങ്ങൾ കൂട്ടുകാരെയും വീട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കുമല്ലോ. കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ.